MPCE 046 അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ഇഗ്നു ഓഫർ ചെയ്യുന്ന MA സൈക്കോളജി കോഴ്സിന്റെ 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, പ്രധാന യൂണിറ്റുകൾ, പ്രധാന ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതികൾ, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു സഹായത്തോടു കൂടി പഠിച്ചു മുന്നോട്ട് പോകാന്നുള്ളത് എത്രത്തോളം ഉപകാരപ്രദമായ കാര്യമാണെന്ന് നമുക്കറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് സെഷൻസുമായിട്ട് നമ്മൾ വരുന്നത്. ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് MSc സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കമന്ററായ ഗൗരി മാം ആണ്. സോ ഇനി അങ്ങോട്ട് ഗൗരി മാം പറയുന്നത് ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഹലോ, നമുക്ക് ഇന്ന് MPCE 046 അഥവാ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കാം. അതിനകത്തിൽ ആദ്യം നമുക്കൊരു ജനറൽ അനാലിസിസ് നടത്താം. ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിൽ സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിനകത്തിൽ സെക്ഷൻ A എന്ന് പറയുമ്പോൾ എന്താ, എപ്പോഴും ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 500 to 600 വേർഡ്സ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ Aക്കകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അതിനകത്തിൽ എപ്പോഴും പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടേഷണൽ ആസ്പെക്ട്സിനെ പറ്റിയും, അതേപോലെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ കോൺസെപ്റ്റിനെ പറ്റിയും, അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻ, അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ Aയിൽ വരുന്നത്. എപ്പോഴും പോസിറ്റീവ് സൈക്കോളജിയുടെ കുറച്ച് കോർ കോൺസെപ്റ്റുകളുണ്ടല്ലോ, ആ കോർ കോൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സെക്ഷൻ Aയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതേസമയം സെക്ഷൻ B എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഷോർട്ടർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. 250 വേർഡ്സ് അല്ലെങ്കിൽ ഒരു 300 വേർഡ്സിനുള്ളിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ടർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്തിൽ വരുന്നുണ്ടാവുക. അതിനകത്തിൽ എപ്പോഴും തിയറട്ടിക്കൽ കോൺസെപ്റ്റിൻ്റെയും അതേപോലെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഒക്കെ ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും അതിനകത്തിൽ വരിക. അതായത് ഇപ്പം തിയറട്ടിക്കൽ കോൺസെപ്റ്റ്, അതായത് ഇന്ത്യൻ വേഴ്സസ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്, അതേപോലെ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, ഗ്രിഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളിലെ അതും, അതേപോലെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിലെ ആപ്ലിക്കേഷൻസ് ഇൻ ഫാമിലി, ക്ലോസ് റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സെക്ഷൻ Bയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അതായത് ആപ്ലിക്കേഷൻ്റെയും തിയറിയുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ആയിരിക്കും സെക്ഷൻ Bയിൽ നമുക്ക് കാണാൻ പറ്റുക. സെക്ഷൻ Cയിലെന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ ഷോർട്ടായിട്ടുള്ള, അതായത് ചില കീ കോൺസെപ്റ്റ്, ചില കീ ടേംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടും സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെപ്റ്റും ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സെക്ഷൻ Cയിൽ വരിക. അതിനകത്തിലൊരു 100 വേർഡ്സിന് അകത്തുള്ള ആൻസർ ആയിരിക്കും അതിനകത്തിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് എഴുതേണ്ടത്. ചെറിയ കീ ടേംസ്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, വെൽബീയിങ്, ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്താണ്, ഒപ്റ്റിമിസത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ള രീതിയിലുള്ള സ്മോൾ കോൺസെപ്റ്റുകളും ആപ്ലിക്കേഷൻ ലെവലും ആയിരിക്കും സെക്ഷൻ Cയിൽ ചോദിക്കുന്നുണ്ടാവുക. എപ്പോഴും നമ്മൾ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി, അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയുടെ പേപ്പറിനകത്തിൽ കാണുന്ന കുറച്ച് ട്രെൻഡുകൾ എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും അതേപോലെ അപ്ലൈഡ് നോളജിൻ്റെ ഒരു ബാലൻസിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമുക്ക് ഒരു തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും വേണം, അതേപോലെ തന്നെ ഒരു അപ്ലൈഡ് നോളജും ഈ ഒരു ഏരിയക്കകത്തിൽ വേണം. അതേപോലെ നമ്മുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ്, അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് ഒരു ട്രെൻഡിങ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിക്കകത്തിൽ ഫാമിലി, റിലേഷൻഷിപ്സ്, ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്, അതിനകത്തിൽ ഗ്രിഡ്, ഒപ്റ്റിമിസം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളില്ലേ, അതൊക്കെ ഇച്ചിരി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ജൂൺ 2023 എക്സാംസിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്തിൽ നമുക്ക് ബ്ലോക്ക് വൈസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പോസിറ്റീവ് സൈക്കോളജി, അതായത് നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് പോസിറ്റീവ് സൈക്കോളജി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ സെക്ഷൻ Aയിൽ ചോദിച്ചിട്ടുണ്ട്, അതായത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, അത് നമ്മുടെ ബ്ലോക്ക് 5 യൂണിറ്റ് 15 വരുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതേപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 11 ആണെന്ന് തോന്നുന്നു, അതിനകത്തിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഏരിയ ഒക്കെ സെക്ഷൻ Aയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ Bയിലേക്ക് വരുമ്പോൾ
നമ്മുടെ ബ്ലോക്ക് 1 തന്നെ, ബ്ലോക്ക് 1 ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്ന ഏരിയ, അതേപോലെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 5 ആണെന്ന് തോന്നുന്നു ഗ്രിഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. അതേപോലെ ബ്ലോക്ക് 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാപ്പിനെസ്, യൂണിറ്റ് 7 വരുന്നില്ലേ അത്. അതേപോലെ പോസിറ്റീവ് സൈക്കോളജി ഇൻ ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റ് 13 ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ഒരു ഏരിയ. അതേപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 14 വരുന്ന സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന യൂണിറ്റ് 13 ബ്ലോക്ക് 4 യൂണിറ്റ് 13 വരുന്ന ഒരു ഏരിയ. ഇതൊക്കെ സെക്ഷൻ ബിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്, ഗ്രിഡ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാപ്പിനെസ്, പോസിറ്റീവ് സൈക്കോളജി ഇൻ ഫാമിലി, സൈക്കോളജിക്കൽ ക്യാപിറ്റൽ, പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്സ്, ഇതൊക്കെ എന്താ സെക്ഷൻ ബിയിൽ, അതായത് ഒരു ഇച്ചിരി എഴുതാനുള്ള രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വെൽബീയിങ്, ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമിസം, ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വെൽബീയിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 4 and 5 വരുന്നതാണ്. അതേപോലെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ്ങും അത് എക്സ്പ്ലിസിറ്റ്ലി എന്താ നമ്മുടെ സിലബസിൽ അങ്ങനെ ഉള്ളതെന്ന് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ പോലും ബ്ലോക്ക് 1 ബ്ലോക്ക് 4 ആണെന്ന് തോന്നുന്നു അതിനകത്തിൽ ഇങ്ങനെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമിസം എന്ന് പറയുന്ന ബ്ലോക്ക് 3 യൂണിറ്റ് 10 വരുന്ന ഒരു കോൺസെപ്റ്റും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അതായത് ഫൗണ്ടേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ബ്ലോക്ക് 1 നിന്ന് ഏകദേശം 5 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ബ്ലോക്ക് 3 പോസിറ്റീവ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 നിന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 5 പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 നിന്നാണ്. സോ ബ്ലോക്ക് 1 നമ്മൾ കൂടുതലൊരു എംഫസൈസ് കൊടുത്ത് അതിൻ്റെ ആ പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കി വെക്കണം. അതേപോലെ ബ്ലോക്ക് 4 ആണ് പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിനകത്തിൽ ഇമ്പോർട്ടൻസ് ഓഫ് പോസിറ്റീവ് സൈക്കോളജി ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്, അതായത് ഫാമിലിയിൽ, റിലേഷൻഷിപ്സിൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള വേരിയസ് കോണ്ടെക്സ്റ്റുകൾ നോക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും, അതായത് എവിടെയൊക്കെയാണ് ഈ പോസിറ്റീവ് സൈക്കോളജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ വരുന്ന ആ ഒരു കോൺസെപ്റ്റ് ബ്ലോക്ക് 4 വരുന്ന കോൺസെപ്റ്റുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബ്ലോക്ക് 2 ബ്ലോക്ക് 3 ബ്ലോക്ക് 5 കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസേ നമുക്ക് വന്നിട്ടുള്ളൂ. എന്നാൽ പോലും അത് നമുക്കങ്ങനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. അപ്പം 1-2 ക്വസ്റ്റ്യൻസ് വീതം ബ്ലോക്ക് 2 നിന്നും 3 നിന്നും 5 നിന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ബ്ലോക്ക് 1 ബ്ലോക്ക് 4 ആണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു റിവിഷൻ നടത്തുമ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെ നോക്കുക. അതായത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഒരേപോലെ രീതിയിലൊന്ന് ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നിങ്ങളെപ്പോഴും റിവിഷൻ നടത്തുമ്പോൾ ചെയ്യാൻ. ഇനി നമ്മളൊരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും യൂണിറ്റ് 1 നിന്ന് ചോദിച്ചേക്കുന്നത് ഒറ്റ ചോദ്യമാണ്. അത് ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം യൂണിറ്റ് 2 നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. യൂണിറ്റ് 3 നിന്ന് വന്ന ഒരു ചോദ്യമായിരുന്നു ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. അതേപോലെ യൂണിറ്റ് 4 നിന്ന് ഇൻ്റർപേഴ്സണൽ സ്ട്രെങ്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ള രീതി ആ ഒരു ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 5 നിന്നും ഈ ഒരു വെൽബീയിങ്ങിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 6 നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. യൂണിറ്റ് 7 ഹാപ്പിനെസ്സിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 8 9 വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. യൂണിറ്റ് 10 ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ യൂണിറ്റ് 11 ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്നുള്ള രീതിയിൽ അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. യൂണിറ്റ് 12 നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ യൂണിറ്റ് 13
അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്പ് ഫാമിലി ആൻഡ് ഏജിങ് എന്ന് പറയുന്നതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 14 പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും യൂണിറ്റ് 15 സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്നുള്ളതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 16 17 അങ്ങനെ ക്വസ്റ്റ്യനൊന്നും അധികം വന്നിട്ടില്ല. സോ നമുക്കൊരു അനാലിസിസ് നടത്തുമ്പോൾ മനസ്സിലാവുന്നത് യൂണിറ്റ് 13 എന്ന് പറയുന്നതിൽ നിന്ന്, അതായത് അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്പ് ഫാമിലി ആൻഡ് ഏജിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാര്യം അവിടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൂടുതലാണ്. പിന്നെ നമ്മുടെ യൂണിറ്റ് 1, 3, 4, 5 ഫൗണ്ടേഷണൽ കോൺസെപ്റ്റുകളുണ്ടല്ലോ, അതായത് ഹാപ്പിനെസ് എന്താണ്, ഒപ്റ്റിമിസം എന്താണ്, മൈൻഡ്ഫുൾനെസ് എന്താണ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന, അതായത് യൂണിറ്റ് 7, 10, 11, 15 വരുന്ന ഇത്തരം ബേസിക് കോർ കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എക്സാം പേപ്പറിൽ അങ്ങനെ അധികം ചോദിച്ചിട്ടില്ലാത്ത യൂണിറ്റ്സ് 2, 6, 8, 9, 12, 16, 17 എന്നൊക്കെ പറയുന്നത് അധികം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത യൂണിറ്റുകളാണ്. പക്ഷെ എന്നാലും നമുക്കതിനെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. നമുക്കൊരു ഓവറോൾ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് യൂണിറ്റ് 13 അതേപോലെ യൂണിറ്റ് 1, 3, 4, 5, 7, 10, 11 and 15 ആണ് എന്നുള്ളതാണ്. പിന്നെ ഒരു ടോപ്പിക് വൈസ് അനാലിസിസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 നിന്ന്, അതായത് ഇൻട്രൊഡക്ഷൻ ടു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കാം. പോസിറ്റീവ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ, സ്കോപ്പ്, അതേപോലെ റിലേഷൻ വിത്ത് അതർ ഏരിയാസ് ഓഫ് സൈക്കോളജി, അതൊക്കെ നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ തന്നെയാണ്. അതിനകത്തിൽ പോസിറ്റീവ് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഡെഫിനിഷൻസും ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ തന്നെയാണ്. അതേപോലെ യൂണിറ്റ് 3 ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് ഓൺ പോസിറ്റീവ് സൈക്കോളജി, അതിനകത്തിലൊരു കമ്പാരിസൺ പെർസ്പെക്റ്റീവ്, അതായത് ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്താണ്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്താണ്, അതിൻ്റെ കീ ഫീച്ചറുകൾ എന്താണ് എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു എക്സാം ഫോക്കസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അതേപോലെ യൂണിറ്റ് 4 and 5 ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ്, അതായത് ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ റിലേഷൻ, അതേപോലെ ടൈപ്സ് ഓഫ് സ്ട്രെങ്ത്തുകൾ, റോൾ ഇൻ വെൽബീയിങ്, അതൊക്കെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഗ്രിറ്റ് എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, വെൽബീയിങ് എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു യൂണിറ്റ് 4 and 5 നിന്നാണ്. പിന്നെ യൂണിറ്റ് 7 ഹാപ്പിനെസ്സിനകത്തിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാപ്പിനെസ് എന്താണ്, തിയറീസ് റിലേറ്റഡ് ടു ഹാപ്പിനെസ് എന്താണ്, അത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പിൽ നിന്ന് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഒപ്റ്റിമിസം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു യൂണിറ്റ് 10. അതേപോലെ യൂണിറ്റ് 11 ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കോൺസെപ്റ്റ് ഓഫ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻ, അത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും മൈൻഡ്ഫുൾനെസ് ആൻഡ് ഇറ്റ്സ് ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂണിറ്റ് 13 അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്പ് ഫാമിലി ആൻഡ് ഏജിങ്, അതായത് നമ്മുടെ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് അവിടെ ഫാമിലിയിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി അപ്ലൈ ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് യൂണിറ്റ് 14, പക്ഷേ അതെന്താ, പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. അപ്പം എങ്ങനെ ഈ പോസിറ്റീവ് സൈക്കോളജി വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹെൽത്ത് ആസ്പെക്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ക്യാൻ ബി, എങ്ങനെ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 15 സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് ആണ്. എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക, ഗ്രോത്ത് പോസ്റ്റ് ട്രോമ എന്നുള്ളൊരു ഏരിയ, എങ്ങനെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്,
ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഒരു ബാലൻസ് വേണം നമ്മുടെ തിയററ്റിക്കൽ കോൺസെപ്റ്റും അതേപോലെ ആപ്ലിക്കേഷണൽ കോൺസെപ്റ്റും. അതായത് നമ്മൾ എങ്ങനെ പോസിറ്റീവ് സൈക്കോളജിയിലെ ഫാമിലിയിലേക്കും റിലേഷൻഷിപ്പിലേക്കും ഇൻഡിവിജ്വൽ ട്രെയ്റ്റിലേക്കും ഒക്കെ, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്താണ്, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ചില കോർ കോൺസെപ്റ്റുകളുണ്ടല്ലോ, എന്താണ് പോസിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രിട്ട് എന്താണ്, ഒപ്റ്റിമിസം എന്താണ്, അത്തരം കോർ കോൺസെപ്റ്റുകളും കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും മാർക്ക് വൈസ് വേണം നിങ്ങൾ ആൻസറിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്ഷൻ എയിലെന്ന് പറയുമ്പോൾ ഇച്ചിരി ലോങ് ആൻസറാണ് എഴുതേണ്ടത്. അവിടെ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിനകത്തിൽ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതേണ്ടത്. ഒരു 500-600 വാക്കിൽ വരുന്ന ലോങ് ആൻസർ ക്വസ്റ്റ്യനാണ് ഈ സെക്ഷൻ എയിൽ വരുന്നത്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് നിന്ന് 5 എണ്ണം എടുത്ത് എഴുതിയാൽ മതി. അതെന്താ ഒരു 250 വേർഡ്സിനകത്തിൽ വരുന്ന, അതായത് ഈ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ 20 മാർക്കിനാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ 10 മാർക്കിനായിരിക്കും. അതേപോലെ സെക്ഷൻ സിയിൽ വരുമ്പോൾ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 2 ക്വസ്റ്റ്യനാണ് എടുത്തെഴുതേണ്ടത്. ഒരു 100 വാക്കിനുള്ളിൽ വരുന്ന സ്മോൾ ആൻസേഴ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനകത്തിൽ വരുന്നത്. എപ്പോഴും സെക്ഷൻ എ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ മാർക്ക് 40 മാർക്കിനായിരിക്കും. അതായത് 20 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളായിരിക്കും അതിൽ എഴുതേണ്ടത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 50 മാർക്കിനാണ്. അതായത് 5 ക്വസ്റ്റ്യൻ എഴുതണം, 10 മാർക്കിൻ്റെ വീതം. സെക്ഷൻ സിയിലെന്ന് പറയുന്നത് മൊത്തം കൂടി 10 മാർക്കിനാണ്. അതായത് 2 ക്വസ്റ്റ്യൻ എഴുതണം, 5 മാർക്കിൻ്റെ. എത്രയാണ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മാർക്കിൻ്റെ ഒരു അനാലിസിസ് നടത്തുവാണ് എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 നിന്ന് തന്നെയാണ് 20 മാർക്കിൻ്റെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 3 നിന്ന്, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. യൂണിറ്റ് 4 നിന്ന് ഏകദേശം ഒരു 7-8 മാർക്ക് കിട്ടാൻ പാകത്തിനുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. യൂണിറ്റ് 5 നിന്നും അതേപോലെ 8 മാർക്കിനോളം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 7 നിന്ന് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളും, അതായത് ഹാപ്പിനെസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് 10 മാർക്കിനും, ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പ് എന്ന് പറയുന്ന യൂണിറ്റ് 10 നിന്ന് ഏകദേശം 5 മാർക്കോളം വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂണിറ്റ് 11 ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. യൂണിറ്റ് 13 അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി ഇൻ റിലേഷൻഷിപ്പ് ഫാമിലി ആൻഡ് ഏജിങ് എന്ന് പറയുന്നതിൽ നിന്നും ഏകദേശം 20 മാർക്കോളം ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. യൂണിറ്റ് 14 പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 10 മാർക്കോളം വരുന്നതിൻ്റെ ചോദ്യങ്ങളുണ്ടായിരുന്നു. യൂണിറ്റ് 15 നിന്ന്, അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നതിലും 20 മാർക്ക് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത യൂണിറ്റ് 2, 6, 8, 9, 12, 16, 17 എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിൽ നിന്നൊന്നും അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. അതാണ് ഈ ഒരു യൂണിറ്റ് വൈസ് അനാലിസിസ് നമ്മൾ നടത്തുവാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1, 11, 13 ആൻഡ് 15 ആണ്. അതായത് യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, അതേപോലെ 11 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോ ആൻഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, പിന്നെ അപ്ലൈയിങ് പോസിറ്റീവ് സൈക്കോളജി, പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 3, 7, 14 എന്നൊക്കെ പറയുന്നത്, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്, ഹാപ്പിനെസ്, പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് ആൻഡ് വർക്ക് പ്ലേസ് ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 4 ആൻഡ് 5 നിന്നൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. യൂണിറ്റ് 10 നിന്നും, അതായത് ഒപ്റ്റിമിസം ആൻഡ് ഹോപ്പിൽ നിന്നും ആ ഒരു രീതിയിൽ ഇപ്പോൾ 1 മാർക്കല്ലല്ലോ സെക്ഷൻ സിയിലേക്ക്, അതായത് 100 വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എപ്പോഴും നമ്മളൊരു ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള യൂണിറ്റുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1, 11, 13, 15, അതേപോലെ 3, 7, 14 ഒക്കെയാണ്.
പിന്നൊരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുകയാണ്, അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സുകൾ വരുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഏരിയയിൽ നിന്ന് തന്നെയാണ്, അതായത് യൂണിറ്റ് 1 നിന്ന് തന്നെയാണ്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് റിലേഷൻഷിപ്പിൽ, ഫാമിലിയിൽ, ഏജിങ്ങിൽ എങ്ങനെ പോസിറ്റീവ് സൈക്കോളജി യൂസ് ചെയ്യാം, അതായത് യൂണിറ്റ് 13 എന്ന് പറയുന്ന ആ ഒരു ഏരിയ. പിന്നെ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്ന ഒരു ഏരിയ, അതായത് എങ്ങനെയാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പി അല്ലെങ്കിൽ ഇൻ്റർവെൻഷനൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് യൂണിറ്റ് 11 നിന്ന്. ഇതാണ് ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്. പിന്നെ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇൻ്റർപേഴ്സണൽ ആൻഡ് ഇൻട്രാപേഴ്സണൽ സ്ട്രെങ്ത്തുകൾ, അതേപോലെ ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂ എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റ് 4ഉം 5ഉം. അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, യൂണിറ്റ് 15 സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. പിന്നെ യൂണിറ്റ് 7 ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കോർ തീം, അതായത് പോസിറ്റീവ് സൈക്കോളജി കോർ തീമായിട്ട് വരുന്ന ഒരു ഏരിയ ആണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. അതിനകത്തിൽ നിന്ന് നമുക്കൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ഉണ്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ വരാനായിട്ടോ. പിന്നെ തീരെ വലിയ സാധ്യതയില്ലാത്ത എന്നാൽ ഇനിയും എക്സ്കവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാനോ ഒക്കെ ഉള്ള കുറച്ച് ഏരിയകളുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ, അതായത് യൂണിറ്റ് 16 അതത്ര എക്സ്പ്ലോർ ചെയ്തൊരു ഏരിയ അല്ല, പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോൺസെപ്റ്റാണ് റെസിലിയൻസ് എന്ന് പറയുന്ന യൂണിറ്റ് 9 വരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ് യൂണിറ്റ് 14 ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയ ആണ്. അതേപോലെ നമ്മുടെ എമേർജിങ് ട്രെൻഡ്സ് ഉണ്ടല്ലോ യൂണിറ്റ് 17 വരുന്നത്, അതും അതായത് പോസിറ്റീവ് സൈക്കോളജി ഇനി ഫ്യൂച്ചറിൽ ഏതൊക്കെ ഡയറക്ഷൻ എടുക്കും അല്ലെങ്കിൽ എന്താണ് കറണ്ട് ട്രെൻഡ്സ് എന്താണെന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന യൂണിറ്റ് 17 ഇപ്പം ഈ ഒരു പ്രാവശ്യം ഒരു സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മുടെ യോഗ ആൻഡ് മെഡിറ്റേഷൻ, യൂണിറ്റ് 9 റെസിലിയൻസ്, അതേപോലെ ഈ ഒരു എമേർജിങ് ട്രെൻഡ്സൊക്കെ ഈ പ്രാവശ്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് തിയറിയും അതിൻ്റെ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷനും തമ്മിൽ നല്ലൊരു അനാലിസിസ് വേണം. അതേപോലെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററുകൾ വായിക്കുമ്പോൾ എപ്പോഴും ഒരു കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്താനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചില കോൺസെപ്റ്റുകളും ചില കീ ടേംസുകളും ഒക്കെ വളരെ ഇഫക്റ്റീവായിട്ട് മനസ്സിലാവാനും അതിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാനും അതേപോലെ ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് വരുത്താനും ഒക്കെ നമുക്ക് ഈ ഒരു അനാലിസിസ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് ഒരു കൺക്ലൂസീവ് നോട്ടായിട്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, എപ്പോഴും നിങ്ങളുടെ ഒരു ഫൗണ്ടേഷണൽ നോളജിനകത്തിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ യൂണിറ്റ് 1 വരുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ പോസിറ്റീവ് സൈക്കോളജിയുടെ, അല്ലെങ്കിൽ അത്തരം അതിൽ വരുന്ന ആ ഒരു കോർ കോൺസെപ്റ്റുകൾ, ആ ഒരു തിയറട്ടിക്കൽ ഭാഗങ്ങളൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻസിലും കൂടി ഒരു എംഫസൈസ് കൊടുക്കുക. അതായത് എങ്ങനെ ഈ പോസിറ്റീവ് സൈക്കോളജി ഇപ്പം റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫാമിലിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ടൈമിൽ എങ്ങനെ നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജി യൂസ് ചെയ്യാം, നമ്മളിത് പഠിച്ചതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണത്, ഏതൊക്കെ ഏരിയയിൽ അത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ മൈൻഡ്ഫുൾനെസ് ആൻഡ് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് വളരെ റീസെൻ്റായിട്ട്, അതായത് ഇപ്പോഴത്തെ ആ ഒരു വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു വൈബ് മനസ്സിലാക്കാനും ആ ഒരു രീതിയിൽ എങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ട്രെൻഡിനനുസരിച്ച് ക്വസ്റ്റ്യൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മൈൻഡ്ഫുൾനെസ്സും ഫ്ലോയും ഒക്കെ അതിനകത്തിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അത് നമ്മുടെ ലൈഫിൽ ഏതൊക്കെ ആസ്പെക്റ്റിൽ യൂസ് ചെയ്യാം, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ നമ്മുടെ ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വെർച്യൂസ്, എങ്ങനെയാണ് ഇൻട്രാപേഴ്സണൽ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ സ്ട്രെങ്ത്തുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അത്തരം ഏരിയാസും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ അത് വെൽബീയിങ്ങിലേക്ക് എങ്ങനെ ലീഡ് ചെയ്യുന്നു, അത്തരം ഫാക്ടേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പോസിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും,
ഒന്ന് സ്ട്രെസ്സ് നമ്മുടെ ലൈഫിലുള്ള എങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്തിനെ എങ്ങനെ എംഫസൈസ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഹാപ്പിനെസ് എങ്ങനെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജിയുടെ സെൻട്രൽ തീം തന്നെ ഹാപ്പിനെസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഹാപ്പിനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. ഹാപ്പിനെസ് ബേസ്ഡ് തിയറി അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഹാപ്പിനെസ്സിനേക്ക് ലീഡ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന തന്നെയാണ്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഏരിയാസ് ഉണ്ടല്ലോ, അതിനെ ഒന്നും ഇഗ്നോർ ചെയ്യാതെ അതായത് നമ്മുടെ യോഗ ആൻഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ റെസിലിയൻസ്, പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് പ്ലേസ്, ഇതൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് തോന്നുവാണ് ഇതൊക്കെ സാധ്യതയുള്ളതാണ് എന്ന് തോന്നുന്നതിനെ ഒന്നും വിട്ട് കളയാതെ അതും കൂടി മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ എപ്പോഴും നമ്മുടെ ഒരു കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കുക. അതായത് ഇപ്പോഴത്തെ റിസർച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഏത് രീതിയിലാണ്, പോസിറ്റീവ് സൈക്കോളജി എത്രത്തോളം ഇപ്പോഴത്തെ ഒരു സിനേരിയോയിൽ ട്രെൻഡിങ്ങിലാണ്, അല്ലെങ്കിൽ എത്രത്തോളം അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നടക്കുന്ന റിസർച്ച് എന്താണ് എന്നുള്ള രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. എപ്പോഴും സ്റ്റഡിയിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതായത് എന്താണ് ഈ ഒരു പേപ്പറിൻ്റെ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻ എന്താണ് എന്നുള്ളതിനോട് കൂടി തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും, അതേപോലെ ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും ആ ഒരു അനാലിസിസ് ചെയ്യാനുള്ള ആ ഒരു കഴിവുകളും ഒക്കെ ഉപയോഗിച്ച് ആൻസറിനെ സ്ട്രക്ചർ ചെയ്യാനും ആ ഒരു ക്വസ്റ്റ്യനെ ഫേസ് ചെയ്യാനും ശ്രമിക്കാം. അതേപോലെ എപ്പോഴും റൈറ്റിംഗ് പ്രാക്ടീസ് നടത്തുക. അതായത് ഒരു എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഈ എസ്സേ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കോൺസെപ്റ്റുകൾ ഞാൻ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു തോട്ടിലും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആ ആൻസറിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ജനറലി പറയാനുള്ളത്. ഇനി നമുക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നേനെ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞു 3 സെക്ഷനിലായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, 3 സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. സെക്ഷൻ എയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ 2 ചോദ്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ആദ്യം സെക്ഷൻ എയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് പോസിറ്റീവ് സൈക്കോളജി ആസ് എ ഡിസ്റ്റിങ്ക്ട് ഫീൽഡ്, ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ട്രഡീഷണൽ സൈക്കോളജിക്കൽ അപ്രോച്ചസ്. അതായത് പോസിറ്റീവ് സൈക്കോളജി എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ്, ബാക്കിയുള്ള സൈക്കോളജിക്കൽ അപ്രോച്ചസിൽ നിന്ന് എന്താണ് ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ ആണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ യൂണിറ്റ് 1നെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ആൻസർ എങ്ങനെ സ്ട്രക്ചർ ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ച് മനസ്സിലാക്കി വെക്കുക. പിന്നെ രണ്ടാമത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇലാബറേറ്റ് ഓൺ ദി റോൾ ഓഫ് റെസിലിയൻസ് ഇൻ പേഴ്സണൽ ഗ്രോത്ത്, ഹൗ ഡസ് പോസിറ്റീവ് സൈക്കോളജി കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ എന്താണ് റെസിലിയൻസ് എന്നുള്ള കാര്യം നോക്കുക, അതെങ്ങനെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് അഫക്റ്റ് അതിൻ്റെ റോൾ എന്താണ് എന്നുള്ള രീതിയിൽ നോക്കുക. എങ്ങനെയാണ് പോസിറ്റീവ് സൈക്കോളജി ഉപയോഗിച്ച് ഒരാളുടെ റെസിലിയൻസ് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവ് സൈക്കോളജി റെസിലിയൻസ് കൂട്ടാനായിട്ടും, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യവും കൂടി നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദി കോൺസെപ്റ്റ് ഓഫ് ഫ്ലോ ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ എൻഹാൻസിങ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അത് പേഴ്സണൽ ലൈഫിലും അതേപോലെ പ്രൊഫഷണൽ ലൈഫിലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം ആണ് ഈ ഒരു ക്വസ്റ്റ്യനകത്തിൽ എഴുതേണ്ടത്. അപ്പോൾ അതോടുകൂടി സെക്ഷൻ എ കഴിഞ്ഞു. സെക്ഷൻ ബിയിൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 5 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിൽ നമ്മൾ ആദ്യം പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്സ് ഓൺ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ്സിനകത്തിലുള്ള ഈസ്റ്റേൺ പെർസ്പെക്റ്റീവും വെസ്റ്റേൺ പെർസ്പെക്റ്റീവും, അതേപോലെ ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് സ്കൂളിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ചൈൽഡ് ഡെവലപ്മെൻറ്റ്. പോസിറ്റീവ് സ്കൂളിംഗ് എന്താണ്, അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാരക്ടർ സ്ട്രെങ്ത് ആൻഡ് വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി. വർക്ക് പ്ലേസ് പ്രൊഡക്ടിവിറ്റി എന്താണ്, അതേപോലെ ക്യാരക്ടർ സ്ട്രെങ്ത് എന്താണ്,
അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഒപ്റ്റിമിസം ഇൻ ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഹെൽത്തിലും വെൽബീയിങ്ങിലും ഉള്ള ഒപ്റ്റിമിസത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം വന്നേക്കുന്നത്. പിന്നെ അസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഇൻ പോസിറ്റീവ് സൈക്കോളജി ഇൻ്റർവെൻഷൻ. യോഗയുടെയും മെഡിറ്റേഷൻ്റെയും റോൾ എന്താണ് പോസിറ്റീവ് സൈക്കോളജിയിൽ എന്നാണ്, ഇൻ്റർവെൻഷൻസിൽ എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. പിന്നൊന്ന് 6ാമത്തെ ചോദ്യം, അനലൈസ് ദി കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ സൈക്കോളജിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. സെക്ഷൻ സിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3 ക്വസ്റ്റ്യൻസ് വരുന്നതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്ന് മാത്രം എഴുതിയാൽ മതി. അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസറാണ് എഴുതേണ്ടത്. പോസ്റ്റ് ട്രോമാറ്റിക് ഗ്രോത്ത് എന്താണ്, അതിലേക്ക് എങ്ങനെ നമുക്ക് എത്തിച്ചേരാം എന്നുള്ള രീതിയിൽ വേണം ആൻസർ എഴുതാനായിട്ട്. പിന്നൊന്ന് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ഡെയിലി ലൈഫ്. ഡെയിലി ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ്. പിന്നെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ പോസിറ്റീവ് സൈക്കോളജി റിസർച്ച്. ഇപ്പോൾ നടക്കുന്ന റീസെൻറ്റ് ട്രെൻഡുകൾ എന്താണ്. ഇത്രയാണ് നമ്മൾ സെക്ഷൻ സിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയയാണ്. എല്ലാവരും കോൺസെപ്റ്റുകളൊക്കെ വായിച്ച് നോക്കി അതിൻ്റെ തിയറിയും ആപ്ലിക്കേഷൻസും ഒക്കെ മനസ്സിലാക്കി വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ പോസിറ്റീവ് സൈക്കോളജിയെ അപ്രോച്ച് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും എക്സാം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഗൗരി മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. എല്ലാവർക്കും നല്ല രീതിയിൽ അത് മനസ്സിലായെന്നും പ്രധാന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരീക്ഷയിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങളെ ഈ ഒരു അനാലിസിസ് സഹായിക്കും. പ്രധാനമായിട്ടും അതിൽ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനെ വലിയ രീതിയിൽ നിങ്ങൾ പരിഗണിക്കുക. കാരണം ഒട്ടുമിക്കതും അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെയാണ് നമ്മൾ വലിയ രീതിയിലുള്ള സാധ്യതകൾ കാണുന്നത്. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒരു താരതമ്യം നടത്തിയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ലേൺവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സ്. നിലവിൽ 18 കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. എല്ലാ കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 10 ഡിഗ്രി കോഴ്സുകളും 8 PG കോഴ്സുകളുമാണ് അതിൽ വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇഗ്നോ അഡ്മിഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺവൈസിനെ ബന്ധപ്പെടാം. നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. 7592939616. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് learnwise.co അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്. അത് നിങ്ങൾക്ക് സന്ദർശിക്കാം. കൂടാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്യണം. കാരണം അതിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെഷൻസും അവൈലബിൾ ആണ്. ലേൺവൈസിന്റെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ വെരിഫൈ ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.